ഹായ് ഹലോ, ഇത് ആര്യ അരുണാണ്. നീരുവൻ നെയ്തൂസ് മമ്മിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നല്ല സന്തോഷത്തിലാണ്, കാരണം എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഇന്ന് പോകുന്നത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. രാവിലെ 6 മണിയൊക്കെ ആയപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8:30 ആയപ്പം അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അല്ലാത്തപ്പോഴും ആ അമ്പലത്തിൽ നല്ല തിരക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഇനി ഞായറാഴ്ചയും കൂടെ ആയിട്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും നല്ല ഭംഗിയായിട്ട് തൊഴുതിറങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിലെത്തി നമ്മൾ ആദ്യം തന്നെ വന്നത് വഴിപാട് എഴുതിക്കുന്ന കൗണ്ടറിലായിരുന്നു കേട്ടോ. എവിടെ പോയാലും ഞങ്ങൾക്ക് കളിയാണ് മുഖ്യം വികിലെന്ന് പറഞ്ഞതുപോലെ മക്കൾ അവിടെ ഇരുന്ന് കളിച്ച് തിമിർത്ത് വാരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അച്ഛനും ജ്യോതിഷും കൂടി വഴിപാട് എഴുതിക്കാനായിട്ട് കൗണ്ടറിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെൺപടയെല്ലാം മാറി ഇവിടെ പിള്ളേരെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് റെസിപ്റ്റ് എല്ലാം എഴുതിപ്പിച്ച് കൗണ്ടറിൽ പൂജിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് തൊഴാനുള്ള ക്യൂവിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അധികം വൈകാണ്ട് തന്നെ അമ്പലത്തിൽ കയറി തൊഴുത് നല്ല ഭംഗിയായി ഇറങ്ങാനായിട്ട് സാധിച്ചു കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി ദേവിയോട് മനസ്സ് നിറയെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് മനസ്സ് നിറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ കൊടുത്തിട്ടുള്ള വഴിപാടിൻ്റെ പ്രസാദം കിട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള മണിയും പൂജിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരാലിന് 7 വലത്ത് വെച്ചിട്ട് വേണം നമ്മൾ പേരാലിൽ മണി കെട്ടാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ക്യൂവിൽ കൂടി നമ്മൾ 7 റൗണ്ട് പ്രാർത്ഥിച്ച് 7 വലത്ത് വരച്ചിട്ട് നമ്മൾ ഈ പേരാലിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചതിൻ്റെ മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് മണി കെട്ടി പുറത്തിറങ്ങിയപ്പോഴേക്കും അച്ഛൻ നമ്മുടെ വഴിപാട് പ്രസാദമായിട്ടുള്ള ഉണ്ണിയപ്പവും പായസവും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-11 മണി ഏകദേശം ആയിട്ടുള്ളതിനാൽ തന്നെ പിള്ളേർക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ കിട്ടിയ ഉണ്ണിയപ്പം അമ്മ എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം കഴിച്ച് വയറ് നിറച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വലിയ വിശപ്പിൻ്റെ വിളി അങ്ങ് ശമിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ തൊഴുതിറങ്ങുമ്പോഴേക്കും നല്ല വെയിലായിരുന്നു. ഇവിടെ എല്ലാം മണൽത്തരികളായതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ കാല് ചെറിയ തോതിൽ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം വെള്ളം നനച്ച് അവർ തണുപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ ഒരു യാത്ര എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. അതുകൊണ്ടാണ് ചെറുതാണെങ്കിലും ഈ വ്ലോഗ് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അമ്മയും അനിയത്തിയും അമ്മച്ചമ്മയും, അമ്മച്ചമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. അച്ചുകൂട്ടനും ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് പുറകെ നടന്നു വരുന്നുണ്ട്. അപ്പം അച്ഛയും അമ്മയൊക്കെ ഞാൻ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛയുടെ അമ്മയുടെ മുന്നിൽ വ്ലോഗ് ചെയ്യാൻ എനിക്കൊരു ചെറിയ ചളിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വളരെ ഷോർട്ടായിട്ട് പോയതും. ഇത് തന്നെ ഞാൻ അച്ഛ കാണാതെ എടുക്കുന്നതാണ്. അച്ഛയാണ് കേട്ടോ കൂടെ നടന്നു പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ആര്യാസിൽ കയറിയിട്ട് നല്ല ചൂട് നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. വണ്ടിയിൽ കയറി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം അച്ചൂട്ടൻ അവിടെ ഇരുന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കറുത്തു പോയല്ലോ അമ്മയെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇന്നത്തെ വ്ളോഗ് ഒരു പൂർത്തിയാവാത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് നേരെ വന്ന് അവിടെ ആര്യാസിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആകെ മടുത്ത് പോയായിരുന്നു. നമ്മളെല്ലാവരും കൂടിയൊക്കെ ആയപ്പം നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാഞ്ഞത്. നമ്മളിവിടെ വന്നിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ വൈകിട്ട് എല്ലാവരോടും ഒരുമിച്ച് കഴിച്ചു. പിന്നെ അനിയത്തിയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി കേട്ടോ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ. ഇപ്പം ഞാനിടുന്ന പിക്കിൽ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ജ്യോതിഷ്, അനിയത്തിയുടെ കുഞ്ഞിക്കുട്ടി നമ്മുടെ കാശിക്കുട്ടൻ, എൻ്റെ 2 മക്കൾ, അമ്മയുടെ അമ്മ, എൻ്റെ അമ്മച്ചി അമ്മ, എൻ്റെ അമ്മയും അച്ഛയും ഒക്കെയാണ് കേട്ടോ ഈ ഫോട്ടോസിലൊക്കെ ഉള്ളത്. ഇത് എൻ്റെ ഫാമിലിയാണ്, ഏട്ടൻ്റെ അല്ല കേട്ടോ. ഇനി ഒരിക്കലും എപ്പോഴേലും ഏട്ടൻ്റെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. ഈ പോക്കിലൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഏട്ടനെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.